നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇളകള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ അതിവിശിഷ്ടവും അത്യപൂർവവുമായ അതിരാത്ര മഹായാഗം നടന്നു വരികയാണ്. മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടാണ് അതിരാത്ര മഹായാഗം നടത്തപ്പെടുന്നത്. 2015 ഈ ക്ഷേത്രത്തിൽ നടത്തിയ സോമയാഗത്തിൻ്റെ അനന്തര യജ്ഞമാണ് അതിരാത്ര മഹായാഗം. അതിരാത്ര മഹായാഗത്തിൻ്റെ സമാപന സമ്മേളന ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മഹായാഗഭൂമിയിലെത്തുന്നവർക്ക് തൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും പ്രാണനിലും വന്നു ഭവിക്കുന്ന പരിവർത്തനം എത്രയെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയില്ല, പിന്നെ മറ്റുള്ളവർക്ക് കണ്ടെത്താനും കഴിയില്ല. അത്ര അലൗകികമായ പരിവർത്തനം നിങ്ങൾക്കേവർക്കും ലഭ്യമായി കഴിഞ്ഞു. VPN നമ്പൂതിരി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഫോണറ്റിക്സിന്റെ ഡയറക്ടറായിരുന്ന ഒരു മഹാശാസ്ത്രജ്ഞൻ 2011 പാഞ്ഞാൾ അതിരാത്രത്തില് മറ്റൊരു പരീക്ഷണം നടത്തുകയുണ്ടായി. യജ്ഞശാലയുടെ 500 മീറ്ററിൽ, 1000 മീറ്ററിൽ, 1 കിലോമീറ്ററിൽ ഒക്കെ മാറ്റി 1.5 കിലോമീറ്ററിൽ മാറ്റി ഒക്കെ അദ്ദേഹം പലതരത്തിലുള്ള ധാന്യങ്ങൾ മുളയ്ക്കുന്നതിന് വേണ്ടി വെച്ചു. ഉഴുന്ന്, പയറ് തുടങ്ങി പലതരത്തിലുള്ള ധാന്യങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കി. അതിന്റെ റിസൾട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രത്യേകിച്ച് ഉഴുന്നിന്റെ റിസൾട്ട് പറഞ്ഞത്, 500 മീറ്ററിനുള്ളിൽ വച്ചതും സാധാരണ ഉഴുന്നും മുളയ്ക്കുന്നതിന് 500 മീറ്ററിനുള്ളിൽ വച്ച ഉഴുന്ന് 2000 മടങ്ങ് വേഗതയിൽ മുളയ്ക്കുകയുണ്ടായി എന്നാണ്. വേദമന്ത്രങ്ങളുടെ ശക്തി എത്രമാത്രം വിത്തുകളെ സ്വാധീനിക്കുന്നു, വൃക്ഷങ്ങളെ സ്വാധീനിക്കുന്നു, മറ്റ് സസ്യലതാദികളെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ മനോബുദ്ധി അഹങ്കാരാദികളിലും ശരീരത്തിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ രോഗരഹിതമാക്കി തീർക്കുന്നതിനുള്ള ശക്തി വൈഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മന്ത്രം, വേദമന്ത്രം സൂക്ഷ്മതരമായ ശക്തി സ്പന്ദനമാണ്. അത് ഈ സുഷുമ്നയിൽ കൂടിയുള്ള പ്രാണസ്പന്ദനത്തിൽ എവിടെ നിന്നാണോ പരയിലെ സ്പന്ദനം ആരംഭിക്കുന്നത്, പ്രഥമ പ്രകട സ്പന്ദനമായിരിക്കുന്ന ശബ്ദം മന്ത്രമായി ആവിർഭൂതമാകുന്നത്, ആ മന്ത്രത്തെ ദർശിച്ച ഋഷിമാർ എഴുതി വെച്ച ഋക്ക്, യജുസ്, സാമം, അഥർവം തുടങ്ങിയ വേദങ്ങളിലെ മന്ത്രങ്ങൾ ലോക മാനവ രാശിയുടെ ക്ഷേമത്തിന് പര്യാപ്തമായതാണ്. ഇത്തരത്തിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത് അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ അനേകം മലനിരകൾ. അവൻ എന്തോ ഭയം തോന്നി. അമ്മയോട് പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചതാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ, എനിക്ക് ഭയമാകുന്നു, എനിക്ക് പേടിയാകുന്നു, എന്ത് ചെയ്യാം, ഞാൻ നിന്നെ വെറുക്കുന്നു. കാരണം ഇത്രയധികം മലനിരകളെ കണ്ടപ്പോൾ അവൻ എന്ത് പറയണമെന്ന് അറിയാതെയായി. കുഞ്ഞല്ലേ, അവൻ ഓടി അമ്മയുടെ അടുത്ത് എത്തി ഭയന്ന് വിറങ്ങലിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് വല്ലാതെ ഭയം വരുന്നു. ഞാൻ അവിടെ ചെന്ന് നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ 4 ദിക്കിൽ നിന്നും ഞാൻ നിന്നെ വെറുക്കുന്നു, ഞാൻ നിന്നെ വെറുക്കുന്നു, ഞാൻ ഭയക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കാനിടയായി. അമ്മ പറഞ്ഞു, മകനെ, നീ അവിടേക്ക് തിരിച്ചു പോകൂ. അവിടെ നിന്നുകൊണ്ട് നീ ഉറക്കെ പറയൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിർഭയനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയൂ. കുഞ്ഞ് വീണ്ടും ആ നിരകളുടെ ഇടയിൽ ചെന്ന് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിർഭയനാണ്. കുഞ്ഞിനത് വീണ്ടും ആ മലകളുടെ പ്രതിധ്വനിയായി കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ സാന്നിധ്യം ചെയ്തിരിക്കുന്ന ഓരോരുത്തരും സർവസമർപ്പണ ബുദ്ധിയാ അരൂപരൂപസ്വരൂപമായിരിക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ദൈവചേതനയിൽ അഭിരമിച്ചുകൊണ്ട് അഭേദമായി തീർന്നുകൊണ്ട് ഈ ലോകത്തെ സേവിക്കാം,
അതിലേക്ക് ഭാരതം ഉയരട്ടെ. ഇനിയും ഭാരതത്തിന്റെ ആ ദാർശനിക സൗന്ദര്യം, ഋഷീശ്വരന്മാരുടെ മഹത്തായ ദർശനം പുനഃസംസ്ഥാപനം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ 2 വരികൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. Where the mind is without fear, where the head is held high, where the knowledge is free, where the way has not been broken up into narrow fragments by domestic walls, into that heaven of freedom, oh my Father, let my country awake. എവിടെ മനസ്സ് നിർഭയമാകുന്നുവോ, എവിടെ ശിരസ് സമുന്നതമാകുന്നുവോ, എവിടെ രാജ്യം അറിവിനാൽ സ്വതന്ത്രമാകുന്നുവോ, എവിടെ ഛിന്ന ഭിന്നമാകാതിരിക്കുന്നുവോ, ക്ഷുദ്രമായ ചിന്തകളാൽ, പരിമിതമായ ചിന്തകളാൽ രാജ്യം ഛിന്ന ഭിന്നമാകാതിരിക്കുന്നുവോ, ആ സ്വതന്ത്ര സ്വർഗത്തിലേക്ക് എന്റെ രാജ്യത്തെ, ഭാരതത്തെ ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതീയ ദാർശനിക ഋഷി പാരമ്പര്യം ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന വാക്കുകൾ അരൂപരൂപസ്വരൂപനായ എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് ഓം വാക് യജ്ഞേന കൽപ്പതാ. വാക്കുകൾക്ക് ഏറെ നന്ദി മാതാജി. അതിരാത്രി സ്വാഗത സംഘം രക്ഷാധികാരി കൂടിയാണ് മാതാജി. ഇനി ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ഉദ്ഘാടകൻ ഡോക്ടർ ഗണേഷ് ജോഗ്ലേക്കർ അവർകളെ ക്ഷണിക്കുന്നു. അതിരാത്രി പ്രഥമ ആചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം ചേരുന്നതിനായി വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. മനസ്സിൽ പ്രാർത്ഥനയോടെ നിറഞ്ഞ കൈയടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷങ്ങളുടെ ഭാഗമാവാം. ഏറെ നന്ദി. നിലവിളക്കിൻ്റെ ഐശ്വര്യം നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമയം ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപുരസ്സരം ക്ഷണിക്കുന്നു ഡോക്ടർ ഗണേഷ് ജോഗ്ലേക്കർ, അതിരാത്രം പ്രഥമ ആചാര്യൻ. നമസ്തുംഗശിരശ്ചുംബി ചന്ദ്രചാമരചാരവേ ത്രൈലോക്യനഗരാരംഭമൂലസ്തംഭായ ശംഭവേ ഏതസ്മൈ രാഷ്ട്രമഭിസന്നമാമ. മലയാളി ജ്ഞാനം നാസ്തി, സംസ്കൃതം സർവേഷാം ജ്ഞാനം ന ഭവേത്, ആംഗ്ലജ്ഞാനം മഹ്യം നാസ്തി, ഭാഷാരാഹിത്യേപി വയം സർവേ ഭാരതാഃ.
तस्मात् हिंदी भाषया शब्दद्वयं वक्तुकामः। यज्ञस्य समापनम् इति न भवति संस्कृते। यज्ञ का समापन ऐसा नहीं होता है, यज्ञ का पुनरारंभ ही होता है। केरल का ये कोनी ग्राम में महादेव सन्निधि में लोगों का इतना जो यज्ञ के लिए प्रेम और श्रद्धा, ये देखे तो लगता है हर साल मैं आके कुछ यज्ञ करूं। विष्णु मोहन जी और अनीश जी ने बहुत श्रम करके इतना सब व्यवस्था किया है। यहाँ पर स्थान विशेष में महादेव मंदिर सस्पेंजर रूप में है, वृक्षाधिष्ठित है। इस स्थान में यज्ञ होना बहुत विशेष बात है। यहाँ पर पूर्व में अग्निष्टोम सोमयागम हुआ था, ऐसा कहा उन्होंने। यज्ञ के बारे में स्वामी जी श्री गिरीश जी ने बहुत विषय बताया जो कि बहुत हृदय स्पर्शी रहा। वाग्यज्ञेन कल्पताम उन्होंने कहा है, हम कहते हैं आत्मा यज्ञेन कल्पताम, क्योंकि हमारा जीवन हर एक पग पग हर रोम मंत्र और यज्ञ बोलता है, दूसरा कुछ नहीं। यज्ञ का संरक्षण जरूर होना चाहिए। यज्ञ जीवन है, यज्ञ ही पद्धति है। एक मिलिट्री वाले को जाके पूछिए देश क्या होता है, वैसे ही वैदिक लोगों से पूछिए यज्ञ क्या होता है। पूरा जीवन समर्पित होता है, वो राष्ट्र के लिए समर्पित करते हैं। हम राष्ट्र को रक्षणा करने वाले देवता के लिए समर्पित करते हैं। हमें आश्रय देने के लिए ज्ञान रूप से माता जी जैसे लोग उपस्थित हैं, तब तक ये भारत है। यह भारत, भा माने विद्या, श्रद्धा, दीप, ज्ञान के और सबको ले जाने वाला। एतस्मै राष्ट्रम अभिसन्नमामा, वेदों में कहा गया है जब कोई भी तकलीफ दुनिया में आए, भारत के एक आदमी को सामने करो, उसके साथ सांप को ले जाओ, वो दुनिया को ठीक ले जाए। ये हम नहीं कह रहे, वेद कहता है, शास्त्र कहता है। क्योंकि इस देश में जो स्थितियां हैं, जो समाधान इस देश में मिलता है, जो जीवन का त्याग स्वरूप है, जो माताओं का त्याग है, वो जो है वो अन्य देशों के मिट्टी में नहीं। इसलिए हमें भारत होना चाहिए। भारत होने के लिए संरक्षण करना चाहिए भारतीय संस्कृतिम सनातनाभिधाम्बराम। इस संस्कृति को जरूर संरक्षण करना चाहिए। संस्कृति को संरक्षण नहीं करेंगे तो क्या होगा? समझो कि एक वन को संरक्षण करना है तो शेर को या सिंह को संरक्षण करना पड़ेगा। सिंह को संरक्षण करना है तो वन को संरक्षण करना पड़ेगा। वैसे ही अगर भारत को संरक्षित और स्थिर रखना है तो इस सनातन धर्म को और उसके साथ ये यज्ञ परंपरा को रक्षण करना पड़ेगा। यज्ञ परंपरा को रक्षण करना है तो भारत को स्थिर करना पड़ेगा। यही इसकी विशेषता है। अन्योन्य आश्रय योग इसको कहते हैं। इससे सभी रक्षित होते हैं, सभी से ये रक्षित होता है। इसलिए ऐसे यज्ञ भारतवर्ष के हर कोने में बार बार होते रहने से स्थिर रूप से वृष्टि से अन्न, अन्न से प्रजा, प्रजा से त्यागात्मक बुद्धि, सबका कल्याण यह होता रहता है। ये यज्ञ एक विशेष परिचर्या है। स्वामी जी ने बहुत विस्तार से कहा है। छोटे छोटे विषय में भी स्थित परब्रह्म वस्तु को ढूंढना यह यज्ञ है। उसके अनुसार सबका लोक कल्याण हो, ऐसे भगवान के पास प्रार्थना के साथ फिर अपने यज्ञ मंडप में जाने की आज्ञा चाहते हैं।
बोलो यज्ञ नारायण भगवान की जय। लोका समस्ता सुखिनो भवन्तु। बहुत बहुत शुक्रिया स्वामी जी। അടുത്തതായി സംഹിത ഫൗണ്ടേഷന്റെ സുഗൃഹം പ്രോജക്റ്റിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക, നിർധന കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക, നിർധന കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു നൽകുക എന്നീ ലക്ഷ്യത്തോടെ തുടങ്ങുന്ന പ്രോജക്റ്റാണ് സുഗൃഹം. പ്രോജക്റ്റിന്റെ ലോഗോ പ്രകാശനം നടത്തുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു MLA അഡ്വക്കേറ്റ് KV ജനീഷ് കുമാർ. മാതാജിക്ക് നൽകിക്കൊണ്ട് ലോഗോ പ്രകാശനം നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ബഹുമാനത്തോടെ സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള മുഖ്യപ്രഭാഷണം നടത്താനുള്ള പ്രിയപ്പെട്ട ശ്രീ മേജർ രവി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വേദിയിൽ നിന്നും മടങ്ങിയിട്ടുള്ള ഡോക്ടർ ഗണേഷ് ജോക്ലേക്കർ, മറ്റ് വേദിയിലുള്ള ആദരണീയനായ വിശിഷ്ട വ്യക്തികൾ, ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യർ, ആദരണീയനായ ശ്രീ മേജർ രവി ഉൾപ്പെടെയുള്ള നമ്മുടെ അതിഥികൾ ധാരാളം ഈ വേദിയിലുണ്ട്. ഞാനതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിലേക്ക് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. നമ്മുടെ ദേവനന്ദ വേദിയിലുണ്ട്, മറ്റ് വിശിഷ്ട വ്യക്തികളെല്ലാവരും വേദിയിലുണ്ട്. അതിരാത്ര മഹായാഗം വിശ്വാസി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ യാഗമാണ്. നമ്മുടെ മലയാള മണ്ണിൽ പോലും അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ യാഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോന്നിയിൽ, നമ്മുടെ ഇളകൊള്ളൂരിൽ, നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഈ അതിരാത്ര മഹായാഗത്തിന് ആതിഥ്യമുരുളുവാൻ നേതൃത്വം കൊടുത്ത ഈ ട്രസ്റ്റിനെയും അതിൻ്റെ ഭാരവാഹികളെയും ക്ഷേത്ര ഭരണസമിതി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വിശ്വാസ സമൂഹത്തിന് ഏറെ ആത്മസംതൃപ്തിയോടുകൂടി ഈ യാഗം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ട്രസ്റ്റ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് നന്ദി സർ. ഇനി സുഗ്രഹം പ്രോജക്റ്റിന്റെ കൂപ്പൺ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. കൂപ്പൺ ലോഞ്ചിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയ താരം ദേവനന്ദയെ ക്ഷണിക്കുന്നു. ആദ്യ സംഭാവന കൂപ്പൺ നൽകുന്നതിന് വേണ്ടി GCDA ഡയറക്ടർ ആദിദേവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേവനന്ദയ്ക്ക് ആദ്യ സംഭാവന കൂപ്പൺ നൽകുന്നത് GCDA ഡയറക്ടർ ശ്രീ ആദിദേവാണ്. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയോടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ധന്യ നിമിഷത്തിന്റെ ഭാഗമാവാം. താങ്ക് യു. ഇനി മാളികപ്പുറം എന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവനന്ദയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. മോളു. എല്ലാവർക്കും നമസ്കാരം. എനിക്കിവിടെ ഇളകൊള്ളൂർ മഹാദേവന്റെ മുന്നിൽ ഇവിടെ നടക്കുന്ന അതിരാത്രത്തിൻ്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്നെ പോലുള്ള കൊച്ചു കൂട്ടുകാർക്ക് ഒത്തിരി ഉപകാരപ്പെട്ടതാണ്. കാരണം നമുക്ക് ഇതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ അറിയാം.
നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ഭഗവാന്മാരെയൊക്കെ തൊഴാം. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ പോലുള്ള കൊച്ചു കൂട്ടുകാർക്ക്. അതുപോലെ തന്നെ ഇത്രയും ബഹുമാന്യ വ്യക്തികളുടെ കൂടെ ഈ സ്റ്റേജിൽ പങ്കിടാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. സത്യത്തിൽ കോന്നിയിലും പത്തനംതിട്ടയിലൊക്കെ വരുമ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ വരുന്നത് പോലെയാണ്. കാരണം മാളികപ്പുറം സിനിമയ്ക്ക് ഇവിടുന്ന് ഒത്തിരി സ്നേഹം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം അമ്മമാരും അപ്പന്മാരും പോലെയാണ്. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ 2 സിനിമകൾ അഭിനയിച്ചു. 2 സിനിമയും ഈ മെയ് മാസത്തിൽ പുറത്ത് വരാൻ പോകുകയാണ്. ആദ്യം ഒരു തമിഴ് സിനിമയാണ്, അത് അരൺമനൈ 4 ആണ്. അത് തമിഴ്നാട് രീതിയുടെ കൂടെയാണ്. അത് ഈ മെയ് 3-നാണ് റിലീസാകുന്നത്. പിന്നെ ഞാൻ അഭിനയിച്ചത് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഗുളികൻ ദൈവത്തിനെ കുറിച്ചാണ്. ഞാനും സൈജോങ്കളും അച്ഛനും മകളുമായിട്ട് മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ്. മണിയമ്പള രാജോങ്കിളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ മെയ് 17 റിലീസാകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഈ 2 സിനിമകളും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. ഇനി തുടങ്ങാൻ പോകുന്നത് മാളികപ്പുറം ടീമിൻ്റെ തന്നെ പുതിയ സിനിമയാണ്. ഉടനെ തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറത്തു വിടുന്നതായിരിക്കും. അതെൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ദേവനന്ദ മാളികപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു 4 വരി പാട്ട് പാടാം. കണി കാണാൻ കൊതിയായ അയ്യപ്പ സ്വാമി, മൊഴി കേട്ടാൽ മതിയായ അയ്യപ്പ സ്വാമി, മനസ്സു കോർത്ത മാലതരം അയ്യപ്പ സ്വാമി, മഴവെള്ളിൻ പൂവ് തരം അയ്യപ്പ സ്വാമി, വാക്കിൽ പാട്ടെല്ലാം പാടിത്തരാം അയ്യപ്പ സ്വാമി, നിന്റെ പൂവുടൽ കാണുവാൻ വരം തരൂ സ്വാമി. ഇവിടെ സ്വാമിനിയുടെ കൂടെയും ബാക്കിയുള്ളവരുടെ കൂടെയൊക്കെ ഒത്തിരി പരിപാടിയായി. ഇവിടെ ഇവരുടെ കൂടെ പിന്നെയും സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും കൂടി ഒന്നുകൂടി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്ര നല്ല രീതിയിൽ സംസാരിച്ച് നമുക്ക് വേണ്ടി പാട്ട് വരെ പാടിത്തന്ന മോൾക്ക് നല്ലൊരു കൈഡി കൊടുത്ത് നന്ദി പറയാം. താങ്ക് യു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യപ്രഭാഷണത്തിനായി നമ്മുടെ എല്ലാം അഭിമാനമായ സംവിധായകനും നടനുമായ ശ്രീ മേജർ രവി സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള പ്രമുഖ വ്യക്തികളെ, ശാസ്ത്രിക്കുന്ന മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, അതിരാത്രത്തെക്കുറിച്ച് സംസാരിച്ച് ഇവിടെ സ്വാമിനി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്വാമി ഇവരെല്ലാം പറഞ്ഞു. എനിക്ക് ചെറിയ 2 വാക്കുകളിൽ കൂടെ ഞാൻ നിർത്തും. ഈ അതിരാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ യാഗം ഇതൊക്കെ നടത്തുന്ന സമയത്ത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത് എല്ലാം ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ, സയൻറ്റിഫിക് പവർ എന്താണ്, ഇതിൻ്റെ സയൻറ്റിഫിക് വാല്യൂസ് ഉള്ളതാണ് ഈ മന്ത്രോച്ചാരണങ്ങൾക്ക്. അതുപോലെ നമ്മൾ പൂജിക്കുന്ന ദ്രവ്യങ്ങൾ, അതിൽ നിന്ന് വരുന്ന പുക, ആ സ്മെല്ല്, ആ ഒരു അറ്റ്മോസ്ഫിയറെ മുഴുവൻ മാറ്റിയെടുത്തൊരു പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ അമ്പലത്തിൽ ഇതുപോലൊരു സംഭവം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഹിന്ദുക്കൾ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നത്. ഈ ഏരിയയിലുള്ള ഇന്ന് കോന്നി എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ആ വൈബ്രേഷൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഇത്രയും വലിയൊരു സൽക്കർമ്മം നമ്മൾ മനുഷ്യ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വിദ്വേഷങ്ങൾ സൃഷ്ടിക്കുന്നത്? നമ്മളിന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തി ഈ ഏരിയയിലുള്ള പല ജാതി മതക്കാർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അവർ എഗ്രി ചെയ്യുകയോ ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നു, നമ്മൾ മനുഷ്യ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നു. ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ. ആ തലമുറ എന്ന് പറയുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ നോക്കുന്നുണ്ട്. ദേ ഷുഡ് ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. അവർക്കത് മനസ്സിലാവണം. ആ വൈബ്രേഷൻ ഈ അമ്പലത്തിൽ വരുന്ന എന്താണ്, ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് നമ്മുടെ കുട്ടികൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ പൈതൃകത്തിനെ നമ്മൾ കൈമാറിക്കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന്
ഞാൻ അതിരാത്രത്തിൽ നിന്നങ്ങൾ വ്യതിചലിച്ച് പോയി സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലോട്ട് പറഞ്ഞു. നമ്മൾ ഈ പൈതൃകം കഥ കൈമാറുക എന്ന് പറയുന്ന സമയത്ത് എത്ര പേര് നമ്മൾ ഇന്ന് അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അധ്യാപകർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ എത്ര പേര് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലരും തന്നെത്താൻ ഒരു അവലോകനം നടത്തിക്കൊള്ളൂ. നിങ്ങൾ എത്ര പേര് വീട്ടിലിരിക്കുന്ന വയസ്സായിട്ടുള്ള അമ്മയും പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്ന എത്ര പേരിവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ അവലോകനം ചെയ്താൽ മതി. കൈ പൊക്കണ്ട, കൈ താത്തിടണ്ട, ഒന്നും വേണ്ട, തന്നെത്താൻ. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാറുള്ളത്. എൻ്റെ അനുഭവം, എൻ്റെ ഒരു അഹങ്കാരമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. ആ അമ്മ അവിടെ ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ, വിളിക്കാം, നാളെ വിളിക്കാം. ഇപ്പം തന്നെ സംസാരിക്കുന്നു, ഇപ്പം തന്നെ കെട്ടിപ്പിടിക്കുന്നു, ഇപ്പം തന്നെ ഉമ്മ വയ്ക്കുന്നത്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമല്ലോ. ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു മനുഷ്യരായിരുന്നു ഞാൻ. അമ്മ അവിടെ ഉണ്ടല്ലോ, അമ്മ അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ല ഈ മരണം എന്നുള്ളത് ഏത് സമയത്താണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്നും അതിനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല എന്നുള്ളതും ഇതെനിക്കറിയില്ല. സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. 2004 ഞാൻ ഓണത്തിൻ്റെ സമയത്ത് മദ്രാസിലായിരുന്നു. ആ സമയത്ത് അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ ഓണത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വന്നത്. കാരണം കയ്യിൽ 5 പൈസ ഇല്ല. ഈ പെൻഷൻ കിട്ടുന്ന കാശും വെച്ച് വല്ല ആഡും വല്ലതൊക്കെ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സമയത്ത് റെയിൽവേ ടിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, റിസർവേഷൻ കിട്ടില്ല. കാർ എടുത്ത് പോന്നു കഴിഞ്ഞാൽ 3000-4000 രൂപ പെട്രോൾ പോകണം. ഇതിൽ ഞാൻ അമ്മോട് അങ്ങോട്ടങ്ങ് ദേഷ്യപ്പെട്ട്, എന്തിനാണ് ഇപ്പോൾ നാട്ടിൽ ഓണത്തിന് വരുന്നത്? അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഒരു ഇലയിൽ കുറച്ച് സദ്യ ഉണ്ടാക്കി തരും. അതോടെ ആര്യഭവനിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സദ്യ കിട്ടും. അപ്പം അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ അങ്ങനെ ചിരിച്ചാ, അത് ശരിയാണ് കുട്ടിയെ. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ കയറി, ഈ വേണ്ടാത്ത കാര്യം വേണ്ട, വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ, മറ്റന്നാൾ ഓണാണ് കേട്ടോ. അപ്പം ഈ തലേദിവസം ഈ രാത്രിയിലുള്ള സംസാരം. അമ്മ ഫോൺ വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ്, അടുത്ത ഓണത്തിനൊക്കെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള അറിയില്ല. അപ്പം ഞാൻ പിന്നെയും ദേഷ്യപ്പെട്ടു. അമ്മ ആരാണ് അടുത്ത ഓണത്തിന് അമ്മ ഉണ്ടാവില്ല എന്നുള്ള പറയാം, അത് ദൈവം നിശ്ചയിക്കും. അമ്മയ്ക്ക് പോകാനായി യോഗിച്ചെങ്കിൽ അമ്മക്ക് പോകും. അത് പറഞ്ഞിട്ടൊന്നും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടതുണ്ട്. ഫോൺ വെച്ചിട്ട് വയ്ക്കാതെ ഫോൺ വെച്ചു ചിരിച്ചോണ്ട് ഫോൺ വെച്ചു. പക്ഷെ ഈ രാത്രി മുഴുവൻ എൻ്റെ മനസ്സിനകത്ത് എവിടെയോ ഒരു ഗുരുത്വം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എനിക്ക് ഉറക്കം വന്നില്ല. ഈ അമ്മ പറഞ്ഞ ലാസ്റ്റ് വാക്ക്, കുട്ടികളെ അടുത്ത ഓണത്തിന് ഞങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല എന്ന്. കാലത്ത് ഒരു 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ മോനെയും വൈഫ് അതിനെ പിടിച്ച് വണ്ടിക്കകത്തിട്ട് കോയമ്പേട് മാർക്കറ്റിൽ പോയി കുറേ പൂക്കൾ വാങ്ങിച്ച് എന്തെങ്കിലും ആവട്ടെ വണ്ടിയിലിട്ട് ഞാൻ വണ്ടി ഓടിച്ചങ്ങ് പോന്നു. ചെറിയൊരു കാറായിരുന്നു, ഒരു മാരുതി സെന്ന. വീട്ടിൽ വന്നു പട്ടാമ്പിയിൽ. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഓണത്തിന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ഏറ്റവും വലിയ പൂക്കളം ഇട്ടത് ആ വർഷത്തിലായിരുന്നു, 2004 ഓണത്തിന്. അത്രയും പൂവ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓണം ആഘോഷിച്ചു. ഓണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി, ഞങ്ങളെല്ലാവരും ഇവിടെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് 2005 എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വരിക. തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യുന്ന മോഹൻലാലിന് കീർത്തിചക്രയ്ക്ക് വേണ്ടി മാർച്ച് 11-ാം തീയതി അഡ്വാൻസ് കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അമ്മോട് പറഞ്ഞു പടം റെഡിയായി. അമ്മ ഞാൻ പട്ടാളത്തിന് പോരുന്ന സമയത്ത് നെഞ്ചെടുത്തടിച്ച് പറഞ്ഞല്ലോ, എന്നാലും എൻ്റെ കുട്ടി കടുകൈ ചെയ്തല്ലോ എന്ന്. അമ്മ ഇപ്പം ഞാൻ മോഹൻലാലിൻ്റെ ഡേറ്റുമായിട്ടാണ് സിനിമ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ അമ്മ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു. അമ്മ വലിയ സന്തോഷമായി. പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ മദ്രാസിൽ പോയി. പിന്നെ ഓരോ ദിവസവും ഇന്ന് വിളിക്കാം, നാളെ വിളിക്കാം, മദ്രാസിൽ പോയിട്ട് പോലും ഞാൻ അമ്മയെ വിളിച്ചില്ല. 12, 13, 14 ഓരോ ദിവസം ഈവനിങ് ആകുമ്പോൾ ഞാൻ വിചാരിക്കും, ഇനിയിപ്പോൾ അമ്മ ഉറങ്ങി കാണും, വിട്ടേക്കോ, നാളെ ഉണ്ടല്ലോ, അമ്മ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ 19-ാം തീയതി ഒരു ശനിയാഴ്ച ഞാനും പ്രിയട്ടനും കൂടെ ബോംബെയിൽ കിടന്നുറങ്ങുകയാണ് ഹോട്ടലിൽ. ഞങ്ങളൊരു ഷൂട്ടിന് വേണ്ടി പോയതാണ്, പ്രിയദർശന്. 11:30 മണിയായപ്പോൾ എൻ്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയട്ടൻ പറഞ്ഞു, നിൻ്റെ ഫോൺ അടിക്കണം, ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരു 12, 13 മിസ് കോൾ എൻ്റെ വൈഫിൻ്റെ കിടക്കാം. ഞാൻ പെട്ടെന്ന് ബേജാറായിട്ട് അങ്ങോട്ട് വിളിക്കുന്നതിന് ഇവിടെ തന്നെ ഇത് അങ്ങോട്ട് വിളിച്ചു.
അമ്മ പോയി എന്നത്. സോ ഈ സമയത്ത് കിട്ടുന്നൊരു ഷോക്ക് ഉണ്ടല്ലോ, പിന്നീട് എനിക്ക് ഈ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു, എവിടെയോ ഒരു ഗുരുത്വമുണ്ട്. കാരണം അമ്മ പറഞ്ഞത് ശരിയാണ്, 2005 ഓണത്തിന് അമ്മ ഉണ്ടായിരുന്നില്ല. ബട്ട് 2004 ഞങ്ങൾ ആഘോഷിച്ചു പോന്നു. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയാണ്. ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ച് താഴത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ മരണ ദിവസം. നമുക്കറിയില്ലത്. ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഞാൻ എന്തിനാ, അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എൻജോയ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണങ്ങ് മരിച്ചുപോയി. സോ ഈ മരണം എന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ളതല്ല. അതുകൊണ്ട് ഇന്നുള്ള ഈ ജീവനോടിരിക്കുന്ന അമ്മമാർ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കില്ല. ഒറ്റയ്ക്ക് അടുക്കളയിൽ പാത്രങ്ങളോട് സംസാരിക്കുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം മക്കളോട് സംസാരിക്കാൻ മക്കൾക്ക് സമയമില്ല. അവർക്ക് മൊബൈലിൽ കുത്താനുള്ള സമയമുള്ളൂ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ മറുപടി ഇല്ല, ഓ. പിന്നെ അമ്മ ഈ തട്ടുമുട്ടും ചെയ്യുന്നെന്താണ്, അടുക്കളയിൽ പാത്രങ്ങളോട് സംസാരിക്കും. ഇടവഴിയിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ഇടവഴിയിൽ ഒറ്റയ്ക്ക് നടന്നു സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ആരാണ്, അതിൻ്റെ വെളിച്ചം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അമ്മ മരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ വണ്ടിയുമായിട്ട് പട്ടാമ്പിയിൽ നിന്ന് പാലം കിടന്ന് ഞാനായിട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ പലപ്പോഴും പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ വിചാരിക്കും, ഇന്നൊരു ചായ കിട്ടിയിരുന്നെങ്കിലും. വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരിക്കും. വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും അമ്മ ഓടി വന്നു, നെഞ്ചത്തൊരു ഉമ്മ, കയ്യിൽ കിട്ടിയ ബാഗ് എടുത്തുകൊണ്ടങ്ങ് അകത്തോട്ട് പോയി. നമ്മൾ ബാക്കി ബാഗ് പുറത്ത് ഇറക്കുമ്പോഴത്തേക്കും ചായ ആയിട്ട് വരും. പറയണ്ട. അതേ സമയത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നാരങ്ങ വെള്ളം. ഇതാണ് അമ്മ എന്നുള്ള അമ്മയുടെ മനസ്സ്. ഇത് മനസ്സിലാക്കാത്ത ഇന്നത്തെ സമൂഹം വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന ഈ അമ്മമാരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭാഗ്യവന്മാരാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാരുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അച്ഛന്മാരെ കുറിച്ച് എന്താണ് സാർ സംസാരിക്കുന്നത്? എന്നോട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ സംസാരിച്ചു, അച്ഛന്മാർ നമുക്കെന്താ? ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛനാണ്. നമ്മുടെ അച്ഛന്മാർ ഈ പ്രാരാബ്ദം ഏറ്റെടുക്കാനുള്ള ആൾക്കാരാണ്. നമ്മുടെ പ്രാരാബ്ദം നമ്മൾ ആരോടും പറയാറില്ല. പലപ്പോഴും കുട്ടികൾക്ക് അസുഖമായിട്ട് കിടക്കുന്നത് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ താലോലിച്ചിട്ട് ഉമ്മ വെച്ചുകൊണ്ട് അയ്യോ എൻ്റെ കുട്ടിക്ക് ഇതായി, അതിനുള്ള ക്ഷമയും ഈ അച്ഛന്മാർക്കില്ല. കാരണം പ്രാരാബ്ദം, ഒരു വീടിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി കിടക്കുന്ന ഈ അച്ഛൻ, നിങ്ങളെ സ്നേഹമില്ല എന്നുള്ളതല്ല, അവർക്ക് സ്നേഹമുണ്ട്, അത് കാണിക്കാൻ അറിയാറില്ല. പലപ്പോഴും നിങ്ങൾ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് തലോടിക്കൊണ്ട് ജനലും പിടിച്ചൊന്ന് ഒരിട്ട് കണ്ണീരും തുടച്ചുകൊണ്ട് പോയി കിടന്നിരുന്ന അച്ഛന്മാരെ നിങ്ങൾ കാണുന്നില്ല. ഇതുപോലെ തന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കുളിച്ച് ഭസ്മക്കുടിയും തൊട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മ ചായ ആയിട്ട് വരുന്ന അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അമ്മ കിടന്നുറങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ഉറങ്ങിയിട്ടേ അമ്മ ഉറങ്ങുള്ളൂ. പിന്നെ ചോദിക്കുക, അമ്മയ്ക്ക് എന്താണ് ജോലി? അമ്മയ്ക്കൊരു ജോലിയില്ല, ഹൗസ് വൈഫ്, ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്നതാണ് 24 മണിക്കൂറും 5 പൈസ പോലും ശമ്പളം കിട്ടാതെ നിങ്ങൾ ഓരോരുത്തരെയും പരിപാലിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി. മരിക്കുന്നവരെ അവരുടെ കൂടെ നിൽക്കും, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. പലയിടത്തും കണ്ടു. തൃശ്ശൂരിൽ എന്നെ ഏറ്റവും അധികം വിഷമിച്ച് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നടക്കുന്ന ആളാണ്. ഒരു ദിവസം ആ ഒല്ലൂർ ലൈനിലോട്ടൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി തോളത്തൊരു ബാഗും തൂക്കിക്കൊണ്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അമ്മ ചവിട്ടുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായത് അമ്മയാണോ അതോ വേലക്കാരിയാണോ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ വണ്ടി എടുത്ത് നേരെ കയറിച്ചു. എനിക്ക് എൻ്റെതായിട്ടുള്ള ഗഡ്സുണ്ട്. ആരാണെങ്കിലും ശരി, ഒരു വയസ്സായിട്ടുള്ള സ്ത്രീനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മക്കളെ ഇതാരാണ് തൻ്റെത്? അപ്പം അമ്മ എടുത്ത് വായിക്ക് എന്താ പറയുന്നതെന്നറിയോ? അമ്മ ചവിട്ടിയെന്നല്ല അമ്മയുടെ കംപ്ലൈൻറ്റ്. സാറേ ഒന്ന് പറയുമോ അവളടുത്ത് വീട് കൊണ്ട് പോവല്ലേ എന്നുള്ളത്. ഇതാണ് മക്കളെ ഒരു അമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ. അതിരാത്രം തൊട്ട് ഞാൻ അമ്മയിലോട്ട് എത്താൻ കാരണം എന്താണെന്നറിയോ? ഇതുപോലുള്ള സംസ്കാരങ്ങളും പൈതൃകങ്ങളും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കൊണ്ടു നടക്കൂ. നമ്മളത് മുറുകെ പിടിച്ചുകൊണ്ട് അന്തസ്സോടും അഭിമാനത്തോടും പറയൂ, തല ഉയർത്തി പിടിച്ചുകൊണ്ട് യെസ് ഞാൻ ഹൈന്ദവനാണ്. ഞാൻ ആരാണ്? നേരത്തെ സ്വാമി പറഞ്ഞ പോലെ ലോകാസ് എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്തോ ആണ്. പക്ഷെ നമ്മൾ എവിടെ എത്തുന്നില്ല. പേടിയാണ്, നമുക്ക് പറയാൻ പേടിയാണ്. അരുത്. നിങ്ങൾ അന്തസ്സിലും അഭിമാനത്തിനും തല ഉയർത്തിക്കൊണ്ട് പറയണം, യെസ് ഞാൻ ഹൈന്ദവനാണ്. മറ്റുള്ളവന് ഏതൊരു മനുഷ്യനെയും ജീവജാലങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നൊരു ഒരുത്തൻ. അവൻ്റെ നാശത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, അവൻ്റെ നാശത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറുമില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട്
സ്വന്തം അമ്മയും അച്ഛനെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത്. ഇന്നെൻ്റെ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ഒരു അന്ധകാരമാണ്. ഗേറ്റ് തുറന്ന് വാതിക്കലോട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാണ്. റൂമിലോട്ട് കയറി ചെന്നാൽ അവിടെ ഇരുട്ടാണ്. എങ്ങനെ ഇരുട്ടാവുന്ന? കാരണം അമ്മ ചായയായിട്ട് വന്നില്ല, അവിടെ ഇരുട്ടായി. റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി ചെന്നാൽ അവിടെ തോർത്തില്ല, എണ്ണയില്ല, സോപ്പില്ല, ഒന്നുമില്ല, ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, എല്ലാം ഇരുട്ടാണ്. ജീവനോട് ഉള്ളപ്പം ചങ്കിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എത്ര വയസ്സായാലും ശരി, നിങ്ങൾ നിൽക്കുന്ന ചെറുപ്പക്കാർ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ചൂടൊന്ന് അനുഭവിച്ച് പോവും. ചിലപ്പം നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ആ സമയത്ത് ശിരസിൻ്റെ അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു അമ്മയെ കാണേണ്ട ഗതികൾ നിങ്ങൾക്ക് വരരുത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കെട്ടിപ്പിടിക്കൂ, ഫീൽ ദാറ്റ്. നിങ്ങൾ ഈ സമൂഹത്തിലൂടെ തെറ്റും ചെയ്യില്ല. അങ്ങനെ ഒരു സമുദായത്തിനാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. സോ ഇതുപോലെ അധികാരം നടത്തിയിട്ടുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കോന്നിക്കാർ. നിങ്ങളുടെ ഈ മണ്ണിൽ ഈ പോസിറ്റിവിറ്റി വളർന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി, എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, അമ്മയുള്ള ഒരു ഭാഗ്യവാന്മാരാണ്, അമ്മയില്ലാത്തവർ വളരെ നിർഭാഗ്യവാന്മാരാണ്. അത് നിങ്ങൾക്ക് അറിയില്ല. അത് അനുഭവിച്ച് മാത്രമേ അറിയുള്ളൂ. അപ്പം അനുഭവിച്ച് അറിയാതിരിക്കും. കാരണം ഉള്ള സമയത്ത് ട്രീറ്റ് ഹർ വെൽ, ഷീസ് യുവർ വെൽത്ത്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം എൻ്റെയും ഒരു സ്വാർത്ഥതയുണ്ട്. എനിക്കിപ്പോൾ ഒരു 3 മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് എറണാകുളത്ത് എത്തണം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറേ നേരം നിങ്ങളടുത്ത് സംസാരിച്ചിരുന്നത്. ബട്ട് ദെൻ ഐ എം വെരി ഹാപ്പി. നിങ്ങൾ ഓരോരുത്തരും ഈ അമ്പലത്തിൽ വരുന്നതും ഇതുപോലുള്ള ഈ കൂട്ടായ്മ കാണുന്ന സമയത്ത്, യെസ്, നമ്മുടെ പൈതൃകം മരിച്ചിട്ടില്ല, നിങ്ങൾ കൊണ്ട് നടത്തുന്നത്. അതിൽ നിന്ന് നമുക്ക് അഭിവൃദ്ധിയെ വരും. അത് മതി. രാഷ്ട്രീയം മാറ്റിവെക്കൂ, മതവിദ്യകൾ മാറ്റിവെക്കൂ. മനുഷ്യനെ മനുഷ്യരായിട്ട് കാണാനുള്ള മനസ്സും കൊണ്ട് നിങ്ങൾ നടന്നാൽ യു വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ. ബി ടുഗദർ ഓൾവേസ്. എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നിൽക്കും. അതാണ് വേണ്ടത്. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ആ മെസ്സേജാണ് വളർത്തിയെടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ അതിരാത്രത്തിനും ഇത് നടത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ജയേഷ് മറുനാടൻ മലയാളിയല്ല, അത് മലനാടൻ മലയാളി. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. ബട്ട് ദെൻ ഹി ആൻഡ് ഹിസ് ഫാമിലി, മക്കളും എല്ലാവരും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ സംഘടന നടത്തിയിട്ടുള്ളവരും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അത് ജയേഷും അറിയാം. നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞങ്ങളെല്ലാവരെയും വളരെയധികം ചിന്തിപ്പിച്ച വാക്കുകൾക്ക് നന്ദി മേജർ രവി സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബിൻ പീറ്റർ അവർക്ക്. അഭിമന്യായ സ്വാമിജി, വേദിയിലെ ബഹുമാന്യരും ആദരണീയരുമായ വിശിഷ്ടാതിഥികളെ, ഈ അതിരാത്രത്തിൻ്റെ മുഖ്യ സംഘാടകൻ പ്രിയപ്പെട്ട വിഷ്ണു അടക്കമുള്ള ബഹുമാന്യരെ, ഭക്തജനങ്ങളെ, സ്നേഹിതരെ, ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഇളവള്ളൂർ, ഈ ക്ഷേത്രസന്നിധി ഇതിനു മുമ്പ് നിരവധി ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവമുള്ള ഒരു വലിയ അനുഗ്രഹീതമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും ആ അനുഗ്രഹം എല്ലാവർക്കും അത് അനുഭവവേദ്യമാകുന്നു എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്ന് സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അതിരാത്രം എന്ന ഈ മഹായാഗം ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രമങ്ങൾ എത്തരത്തിലാണോ, അത് പൂർണ്ണമായും ഈശ്വരൻ്റെ വലിയ അനുഗ്രഹത്താൽ അതിവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രസന്നിധിയോട് ചേർന്ന് സോമയാഗം 8 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുക്കാനുള്ള അവസരം ഈശ്വരൻ നൽകി. വീണ്ടും ഒരിക്കൽ കൂടി ഈ അതിരാത്ര വേദിയിലും ഈ അനുഗ്രഹീതമായ ഈ വേദിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു ഈശ്വര അനുഗ്രഹമായി കാണുകയാണ്. ഇവിടെ നടക്കുന്ന മന്ത്രോച്ചാരണങ്ങളും പ്രാർത്ഥനകളും പൂജകളുമെല്ലാം അത് ഈ സമൂഹത്തിലാകെ, ഇവിടെ മുഖ്യപ്രഭാഷകനും അതോടൊപ്പം തന്നെ സ്വാമിജിയും എല്ലാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യ നന്മയ്ക്ക്, മനുഷ്യൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന് ഇടയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മളുടെ എല്ലാം ജീവിതം ഈ ലോകത്ത് കുറച്ച് നാളുകൾ മാത്രമാണ്. ആ ജീവിത നാളുകളിൽ
ഇതുപോലെയുള്ള അനുഗ്രഹീതമായ യാഗങ്ങളിൽ, അനുഗ്രഹീതമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ നിമിഷങ്ങളായി നമ്മൾ ഈ നിമിഷങ്ങളെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ നാട്, നമ്മുടെ പ്രദേശം, നമ്മുടെ രാജ്യം, നമ്മുടെ ജില്ല എല്ലാം ഈ ഒരു യാഗത്തിലൂടെ അനുഗ്രഹീതമായി മാറുന്നു എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. പൊന്നാട അണിയിച്ച് നമ്മൾ ആദരിക്കുന്നത് ഇവന്റ് പ്ലാനേഴ്സിനെയാണ്. വെന്യൂ ഇവന്റ് പ്ലാനേഴ്സ് രാഹുൽ ആർ നായർ. വെന്യൂ ഇവന്റ് പ്ലാനേഴ്സിന്റെ CEO രാഹുൽ ആർ നായറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.